ലൈംഗികാരോപണ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ തെളിവ് ശേഖരിച്ച് പോലീസ്. നടിയുടെ പരാതിയിൽ പറയുന്ന ദിവസം സിദ്ദിഖ് താമസിച്ച് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടൽ പരാതിക്കാരി എത്തിയതായി രേഖകൾ. 8 വർഷം മുൻപുള്ള സന്ദർശക രജിസ്റ്ററിൽ പരാതിക്കാരി ഒപ്പിട്ടതായും പോലീസ് കണ്ടെത്തി. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി. 2016 നിള തിയേറ്ററിൽ നടന്ന സിനിമ പ്രിവ്യൂ ഷോയ്ക്ക് പിന്നാലെ സിനിമ ചർച്ച എന്ന് പറഞ്ഞ് തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് താമസിച്ച തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. പരിശോധനയിൽ ഹോട്ടലിലെ 1-ാം നിലയിൽ സിദ്ദിഖ് 3 ദിവസത്തേക്ക് മുറിയെടുത്തതായും സിനിമയുടെ പ്രിവ്യൂ ഷോ നടന്ന 2016 ജനുവരി 28-ന് ആരോപണമുന്നയിച്ച നടി ഹോട്ടലിൽ സിദ്ദിഖിനെ സന്ദർശിക്കാൻ എത്തിയതായും രജിസ്റ്റർ ബുക്കിൽ നിന്നും കണ്ടെത്തി. തിയേറ്ററിൽ നടന്ന പ്രിവ്യൂ ഷോയ്ക്കും ഇരുവരും പങ്കെടുത്തതായി പോലീസിന് തെളിവ് ലഭിച്ചു. നടിയുടെ പരാതിയിലുള്ള പ്രാഥമിക അന്വേഷണമാണ് നടന്നത്. സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീടുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം പരാതിക്കാരിയെ മാതാപിതാക്കൾക്കൊപ്പം കണ്ടെന്നാണ് സിദ്ദിഖിന്റെ വാദം. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി നടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതേസമയം പരാതിക്കാരിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. പരാതിയും എഫ്ഐആറിന്റെ പകർപ്പും ആവശ്യപ്പെട്ട് സിദ്ദിഖ് കോടതിയെ സമീപിച്ചു. നടൻ ജയസൂര്യക്കെതിരെ കേസെടുത്ത കന്റോൺമെന്റ് പോലീസ് കൂടുതൽ പേരിൽ നിന്നും മൊഴി ശേഖരിക്കാൻ നടപടി ആരംഭിച്ചു. ബാലചന്ദ്ര മേനോന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് എന്ന് കണക്കിലെടുത്ത് ബാലചന്ദ്ര മേനോനിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.